പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ തന്നെ കുട്ടികളുടെയും മാതാപിതാക്കളുടെയും മനസ്സിൽ ഒരു അങ്കലാപ്പാണ്. പരീക്ഷ മാറ്റിവെച്ചു അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്തു എന്ന് കേൾക്കുമ്പോൾ എന്തൊരു സമാധാനമാണല്ലേ. ഒരു തണുത്ത കാറ്റ് വീശുന്നത് പോലെ തോന്നില്ലേ? എന്താണ് ഇതിന് കാരണമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ ആ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ഇതിന് പല പല കാര്യങ്ങളുണ്ട്. പരീക്ഷയിൽ തോറ്റാൽ എന്തു ചെയ്യും? മാർക്ക് കുറയുമോ? എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ കഴിയുമോ? കൃത്യസമയത്ത് എഴുതിത്തീരുമോ? എന്നിങ്ങനെയുള്ള ഉത്കണ്ഠകളാണ് അതിനുള്ള കാരണങ്ങൾ. ഇത്തരം ചിന്തകൾ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. പഠിച്ചത് മറക്കുക, ഏകാഗ്രത കുറവ്, കാരണമില്ലാത്ത തലവേദന എന്നീ പ്രശ്നങ്ങൾ മാത്രമേ ഇത്തരം ചിന്തകൾ കൊണ്ടുണ്ടാവുകയുള്ളൂ. മനസ്സ് ശാന്തമായിരുന്നാൽ മാത്രമേ വായിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാവുകയും പഠിച്ചത് ഓർമ്മയിൽ നിൽക്കുകയും ചെയ്യുള്ളൂ. ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ് പരീക്ഷ. പക്ഷേ ഇതൊരിക്കലും ജീവിതത്തിലെ അവസാനത്തേതല്ല, ജീവിത വിജയത്തിൻ്റെ അളവ് പോലുമല്ല. പരീക്ഷ കഴിയുമ്പോൾ കൂടി വന്നാൽ തോറ്റുപോകും, അല്ലാതെ തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ലല്ലോ. അങ്ങനെ വിചാരിച്ചാൽ പേടിയൊന്ന് മാറിക്കിട്ടും. അതോടൊപ്പം എന്ത് വന്നാലും വിട്ടുകൊടുക്കരുത് എന്ന പോളിസി കൂടി എടുക്കണം. അറിയിക്കുന്ന ഗൗരവം കൊടുക്കുക, പറ്റുന്ന രീതിയിൽ നന്നായി പഠിക്കുക, നന്നായി പരീക്ഷ എഴുതുക. ബോറടി എന്ന വില്ലൻ. ബോറടിക്കുന്നതിൻ്റെ ലക്ഷണമാണ് പഠനത്തിനിടയിൽ ഉറക്കം വരുന്നതും വായിച്ചിട്ട് മനസ്സിലാകാത്തതും. അങ്ങനെ തോന്നുമ്പോൾ തന്നെ എഴുന്നേറ്റ് നടക്കുക. അടുക്കളയിലോ പറമ്പിലോ അമ്മയുടെ അടുത്തോ ഒന്ന് ചുറ്റിയടിച്ച് തിരിച്ചു വരാം. ഉച്ചയ്ക്ക് ഭക്ഷണശേഷം അല്പം വിശ്രമിക്കുന്നത് നല്ലതാണ്. അതുപോലെ തുടർച്ചയായി പഠിക്കുന്നതിനിടയിൽ ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും എഴുന്നേറ്റ് നിൽക്കുകയും കൈകൾ മുകളിലേക്ക് ഉയർത്തി ഒരു തവണയെങ്കിലും ഇരുവശത്തേക്ക് കറക്കുകയും ചെയ്യുക. ഇത് തലച്ചോറിലേക്കും ശരീരഭാഗങ്ങളിലേക്കും രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും ഉന്മേഷം വരുത്തുകയും ചെയ്തു. രാത്രി 8 മണിക്കൂർ ഉറങ്ങാൻ കഴിഞ്ഞാൽ വളരെ നല്ലത്. ഉറക്കമൊഴിച്ച് പഠിക്കുന്നതും പഠിച്ച് തളർന്നു എന്ന് തോന്നുമ്പോൾ പോലും അല്പനേരം വിശ്രമിക്കാൻ തയ്യാറാകാതെയുള്ള പഠന രീതിയും പരീക്ഷാ സമയത്ത് കാര്യമായ പ്രയോജനം തരണമെന്നില്ല. ആത്മവിശ്വാസത്തോടെ തയ്യാറെടുക്കാം. കൂട്ടുകാർ ഒരുമിച്ചിരുന്ന് പരസ്പരം പറഞ്ഞു കൊടുത്ത് പഠിക്കുന്നത് പാഠങ്ങൾ ഓർമ്മയിൽ നിൽക്കാൻ ഏറെ സഹായിക്കും. നിങ്ങൾക്ക് എളുപ്പമെന്ന് തോന്നുന്ന വിഷയങ്ങൾ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുന്നതിലൂടെ കൂടുതൽ ഹൃദ്യസ്ഥമാക്കാം. ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ മറ്റുള്ളവർ പറഞ്ഞു തരുമ്പോൾ എളുപ്പം മനസ്സിലാവുകയും ചെയ്യും. പക്ഷേ ഒരുമിച്ചുള്ള പഠനത്തിന് കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരേപോലെ മാനസിക ഐക്യം ഉള്ളവരാണെന്ന് ഉറപ്പുവരുത്തണം. നിങ്ങൾക്ക് ഉയർന്ന വിജയ ശതമാനം ഉയർപ്പാക്കാൻ 3 Pയുടെ സഹായം തേടാം. ആദ്യത്തെ P പ്രിപ്പറേഷനാണ്. രണ്ടാമത്തെ P പ്രിപ്പറേഷൻ തന്നെ. മൂന്നാമത്തെ P പ്രിപ്പറേഷൻ അല്ലാതെ മറ്റൊന്നുമല്ല. വീണ്ടുമുള്ള പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് പുതിയ പാഠഭാഗങ്ങൾ പഠിക്കാൻ നിൽക്കാതെ പഠിച്ച പാഠഭാഗങ്ങൾ ആവർത്തിച്ച് വായിച്ച് ഉറപ്പിക്കുക. എത്ര തവണ റിവിഷൻ ചെയ്യുന്നുവോ അത്രയും ആത്മവിശ്വാസം വർദ്ധിക്കും. ബുദ്ധിമുട്ടുള്ള പാഠഭാഗങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഒന്ന് എഴുതി നോക്കാം. അതുപോലെ മുൻ വർഷങ്ങളിലെ ചോദ്യപേപ്പറുകൾ എടുത്തും പരീക്ഷ എഴുതി നോക്കാം. ഇവ ആത്മവിശ്വാസം നല്ലപോലെ വർദ്ധിപ്പിക്കും. പ്രധാനപ്പെട്ട ഫോർമുലകൾ, നിർവചനങ്ങൾ, ചരിത്ര സംഭവങ്ങൾ, പല ചാർട്ടുകൾ, നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചെറുകുറിപ്പുകൾ ഇവയെല്ലാം കണ്ണെത്തും ദൂരത്തെ ഒരു ബോർഡിലോ ചുവരിലോ ഒട്ടിച്ചു വയ്ക്കുന്നത് നല്ലതാണ്. ഓരോ പ്രാവശ്യം കാഴ്ചയിൽ വരുമ്പോഴും അത് മനസ്സിൽ ആവർത്തിച്ച് പതിഞ്ഞ് മായാതെ കിടക്കും. പരീക്ഷ കഴിഞ്ഞാൽ ഒരിക്കലും കൂട്ടുകാരുമായോ വീട്ടുകാരുമായോ ചോദ്യപേപ്പർ ചർച്ച ചെയ്യാതിരിക്കുക. ചില ഉത്തരങ്ങൾ നിങ്ങൾ എഴുതിയതിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് അറിഞ്ഞാൽ അത് നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തും. പരീക്ഷകൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം ശാന്തമായിരുന്ന ഉത്തരങ്ങൾ നോക്കി മാർക്ക് കണക്ക് കൂട്ടാം. പരീക്ഷയെക്കുറിച്ച് പേടിയോടെ മാത്രം സംസാരിക്കുന്ന കൂട്ടുകാരെ അകലെ നിർത്തുക. അതുപോലെ കൂട്ടുകാരോട് എത്ര പഠിച്ചു, എന്ത് പഠിച്ചു എന്ന് കൂടുതൽ ചോദിക്കാതിരിക്കുക. അവർ പഠിച്ച ചില ചോദ്യങ്ങൾ നമ്മൾ വായിച്ചു പോലും നോക്കിയിട്ടില്ല എങ്കിൽ അതുണ്ടാക്കുന്ന ടെൻഷൻ കാരണം പരീക്ഷയാകെ താളം തെറ്റാം. ആ ചോദ്യം പരീക്ഷയ്ക്ക് വരണമെന്നുമില്ല. ശ്രദ്ധ കൂടുതൽ വേണം. പരീക്ഷയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പരീക്ഷാ സമയത്ത് ഹാജരാക്കേണ്ട രേഖകൾ, പേന, ബോക്സ്, ആവശ്യമായ മറ്റു സാധനങ്ങൾ എന്നിവ ബാഗിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക.
അരമണിക്കൂർ മുൻപേ തന്നെ സ്കൂളിൽ എത്തുക. അവസാന നിമിഷം എത്തിച്ചേരുന്ന ടെൻഷൻ ഉണ്ടാക്കും. അത് ഓർമ്മയെ ബാധിക്കുകയും ചെയ്യും. പരീക്ഷാ ഹാളിൽ കയറുന്നതിന് മുമ്പേ വെള്ളം കുടിക്കുക, ശ്വസന വ്യായാമം ചെയ്യുക. ഇതെല്ലാം ഭയം അകറ്റാൻ നല്ലതാണ്. കൂട്ടുകാരുമായി ചിരിച്ചു ഉല്ലസിച്ച് നല്ല ഉന്മേഷത്തോടെ ഹാളിലേക്ക് കയറുക. ഉത്കണ്ഠകൾ പരീക്ഷ ഹാളിന് പുറത്താകണം സാധനം. ബെല്ലടിച്ചാൽ ഹാളിൽ കയറി നൽകിയിട്ടുള്ള സ്ഥലത്തിരുന്ന് കണ്ണുകളടച്ച് അല്പനേരം ധ്യാനിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യാം. മനസ്സ് ശാന്തമാക്കാൻ ഇത് സഹായിക്കും. ചോദ്യപേപ്പർ കയ്യിൽ കിട്ടിയാൽ ആദ്യത്തെ 15 മിനിറ്റുകളിൽ തന്നെ ചോദ്യങ്ങളും നിർദ്ദേശങ്ങളും കൃത്യമായി വായിച്ച് മനസ്സിലാക്കണം. നിർദ്ദേശങ്ങൾ വായിക്കാനായി വീണ്ടും സമയം കളയരുത്. ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ നിശ്ചിത സമയം മനസ്സിൽ കാണണം. വാച്ചിൽ നോക്കി സമയകൃത്യത പാലിക്കുകയും വേണം. ഓരോ ചോദ്യങ്ങൾക്കും നൽകിയിരിക്കുന്ന മാർക്കിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാക്കിയ ശേഷമേ ഉത്തരങ്ങൾ എഴുതാവൂ. വാരി വലിച്ച് എഴുതുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമോ മാർക്ക് കൂടുതൽ ലഭിക്കാനോ പോകുന്നില്ല. അറിയാവുന്ന ചോദ്യങ്ങൾ ചോദ്യപേപ്പറിൽ തന്നെ അടയാളപ്പെടുത്തിയാൽ ഉത്തരം എഴുതുമ്പോൾ ഏറെ സഹായകരമാകും. അറിയാവുന്ന ചോദ്യങ്ങൾക്ക് ആദ്യം ഉത്തരം കണ്ടെത്തിയാൽ ആത്മവിശ്വാസം വർദ്ധിക്കും. അവ വളരെ കുറച്ച് സമയമെടുത്ത് എഴുതി തീർക്കാം. പിന്നീട് അറിയാത്തവ ഓർത്തെടുക്കാൻ അല്പസമയം നഷ്ടപ്പെട്ടാലും പ്രശ്നമുണ്ടാകില്ല. ഉത്തരങ്ങൾ അക്ഷരപ്പിശക് ഇല്ലാതെയും വടിവൊത്ത കയ്യക്ഷരത്തിൽ എഴുതാനും ശ്രദ്ധിക്കണം. അവസാനത്തെ 15 മിനിറ്റ് ഉത്തരക്കടലാസ് ആദ്യം മുതൽ അവസാനം വരെ വായിച്ചു നോക്കുക. ചോദ്യത്തിൻ്റെ നമ്പർ, പേജ് നമ്പർ എന്നിവ ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതെങ്കിലും ചോദ്യത്തിന് ഉത്തരം എഴുതാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും എഴുതി തീർക്കാം. പരീക്ഷ കഴിഞ്ഞ് വീട്ടിൽ വന്ന ശേഷം കുറച്ച് സമയം ഉറങ്ങുക. അതിനുശേഷം ഫ്രഷായി അടുത്ത പരീക്ഷകളുടെ വിഷയം പഠിക്കാം. പരീക്ഷാകാലം വേനൽക്കാലമായതുകൊണ്ട് ശരീരത്തിൽ നിർജ്ജലീകരണം സംഭവിക്കാനും ക്ഷീണം അനുഭവപ്പെടാനും സാധ്യത കൂടുതലാണ്. കൃത്യമായ ഇടവേളകളിൽ വെള്ളം കുടിക്കണം. ഉപ്പിട്ട നാരങ്ങ വെള്ളം, കഞ്ഞിവെള്ളം, മോരും വെള്ളം തുടങ്ങിയ പാനീയങ്ങൾ നല്ലതാണ്. മധുരം അധികം ചേർക്കാത്ത ജ്യൂസും കുടിക്കാം. ദിവസവും 10 ഗ്ലാസ് പച്ചവെള്ളം കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ചില നുറുങ്ങുവിദ്യകൾ. പഠിക്കുന്നത് അറിവ് കിട്ടാനാണെങ്കിലും പരീക്ഷ അങ്ങനെയല്ല. അത് മികച്ച ജയം എന്ന ടാർഗറ്റ് വെച്ച് തന്നെയാണ് നേരിടേണ്ടത്. അതിൽ എത്തണമെങ്കിൽ നന്നായി പ്ലാൻ ചെയ്യണം. മോഡൽ എക്സാം ഫൈനൽ എക്സാമായി കണക്കാക്കണം. എന്നാലേ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, കൂടുതൽ പഠിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നെങ്കിൽ സ്റ്റഡി ലീവ് സമയത്ത് ഇരുന്ന് പഠിച്ചു തീർക്കാൻ പറ്റുകയുള്ളൂ. ഇന്നലെ വരെ ഒന്നും പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചതുകൊണ്ട് കാര്യമേയില്ല. ഇന്നു മുതൽ പഠിക്കാൻ തുടങ്ങുക. ടെൻഷൻ ജന്മസിദ്ധമായി എല്ലാവർക്കും കിട്ടിയിട്ടുള്ളതാണ്. പഠിച്ചില്ലെങ്കിൽ അത് കൂടും. അതിനെ മറികടക്കാൻ ഒരു ചെറിയ വിദ്യയുണ്ട്. പഠിക്കാനിരിക്കുമ്പോൾ ഇടയിൽ വരുന്ന എല്ലാ ചിന്തകളെയും അവഗണിക്കുക. പലരും ആദ്യം പരീക്ഷയ്ക്കുള്ള വിഷയം വിശദമായി പഠിച്ച് അവസാന പരീക്ഷയുടെ വിഷയം ഒന്ന് തുറന്നു നോക്കാൻ സമയം കിട്ടാതെ വിഷമിക്കാറുണ്ട്. ഇത് ഒഴിവാക്കാൻ സ്റ്റഡി ലീവിന് മൊത്തം വിഷയങ്ങൾക്ക് തുല്യത കിട്ടുന്ന രീതിയിൽ ക്രമീകരിക്കുക. ഉദാഹരണത്തിന് സയൻസിന് 4 ദിവസം മാറ്റിവെച്ചിരിക്കുന്നെങ്കിൽ അതിൽ കൃത്യം പഠനം തീർക്കണം. ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ വായിക്കാൻ സമയമില്ലെങ്കിൽ പ്രധാനപ്പെട്ടവ മാത്രം വായിച്ചു നോക്കി മനഃപ്പാഠമാക്കുക. ആദ്യത്തെ പരീക്ഷയ്ക്കുള്ള പാഠങ്ങളായിരിക്കണം തൊട്ടു മുൻപത്തെ ദിവസങ്ങളിൽ നോക്കേണ്ടത്. മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ ബാങ്കുകൾ റെഫർ ചെയ്യുക. പ്രധാനപ്പെട്ടതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ചോദ്യങ്ങൾ അതിൽ നിന്ന് പിടികിട്ടും. ചോദ്യപേപ്പർ കിട്ടുമ്പോൾ എല്ലാം മറന്നു പോകുന്നതിന് കാരണം ഫോക്കസ് ചെയ്ത് പഠിക്കാത്തതാണ്. ഏതൊരു ഉത്തരത്തിനും പ്രധാനപ്പെട്ട 3 വാക്കുകൾ കണ്ടെത്തുക. അത് ഒരു കുറിപ്പായി എഴുതി വയ്ക്കുക. അത് പല ആവർത്തി വായിക്കണം. പരീക്ഷയുടെ അന്നും അത് റിവൈസ് ചെയ്യുക. ചോദ്യം വായിച്ച ശേഷം ഉത്തരമായി 3 വാക്കുകൾ ഓർക്കുമ്പോൾ തന്നെ നമുക്ക് എഴുതി തുടങ്ങാം. ബാക്കിയെല്ലാം തനിയെ ഓർമ്മ വന്നോളൂ. 3 വാക്കുകൾ കണക്ട് ചെയ്ത് പഠിക്കാം. അവയെ മറ്റു വസ്തുക്കളുമായി ബന്ധപ്പെടുത്തി ഓർത്ത് വായിക്കുമ്പോൾ ഉത്തരം മുഴുവൻ നമ്മുടെ കൈപ്പിടിയിലൊതുങ്ങും. പരീക്ഷയുടെ മാനദണ്ഡം എത്ര പഠിച്ചു എന്നതല്ല, എങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു എന്നതാണ്. അതിന് ഏറ്റവും എളുപ്പം പ്രധാന പോയിന്റുകൾ ആരെയെങ്കിലും പഠിപ്പിക്കുന്നതാണ്. അമ്മയെയോ അച്ഛനെയോ സുഹൃത്തുക്കളെയോ പഠിപ്പിക്കാം. അല്ലെങ്കിൽ കണ്ണാടിയിൽ നോക്കി സ്വയം പഠിക്കാം.
ചിത്രങ്ങൾ 10 തവണയെങ്കിലും വരച്ചു നോക്കി അടയാളപ്പെടുത്താൻ പഠിച്ചിരിക്കണം. ഭംഗി ഒന്നും വേണമെന്നില്ല. ചിത്രത്തിന് മാത്രം 30% മാർക്ക് കിട്ടും. ഒരു ചോദ്യവും വിട്ടുകളയാതെ എന്തെങ്കിലുമൊക്കെ എഴുതാൻ ശ്രമിക്കണം. ഇതിന് കിട്ടിയ 2 മാർക്കായിരിക്കും ചിലപ്പോൾ മികച്ച വിജയത്തിലേക്ക് എത്തിക്കുന്നത്. 4 പേജ് എഴുതിയാലും 12 പേജ് എഴുതിയാലും കിട്ടാവുന്ന മാർക്കിന് പരിധിയുണ്ട്. അതുകൊണ്ട് ചോദ്യത്തിന് ആവശ്യപ്പെടുന്നത് മാത്രം എഴുതിയാൽ മതി. നീണ്ട ഉത്തരം എഴുതേണ്ട ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയില്ലെങ്കിലും വാരി വലിച്ചെഴുതി സമയം കളയരുത്. ഷോർട്ട് ക്വസ്റ്റ്യൻസിനുള്ള ഉത്തരങ്ങൾ കൃത്യമായി അറിയില്ലെങ്കിലും എഴുതുകയും വേണം. ഇതിന് കിട്ടുന്ന 2-3 മാർക്ക് എസ്ഐ കിട്ടുന്ന മാർക്കിനേക്കാൾ കൂടുതലായിരിക്കും. ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയില്ലെങ്കിലും എന്തെങ്കിലും എഴുതിയാൽ 60% ശരിയായിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. നെഗറ്റീവ് മാർക്ക് ഉണ്ടെങ്കിൽ അതിന് ശ്രമിക്കരുത്. അറിയാത്ത ചോദ്യങ്ങളിലും നമുക്ക് എന്തെങ്കിലും വസ്തുക്കൾ പരിചിതമായിരിക്കും. ചിലപ്പോൾ വേറെ സബ്ജക്റ്റിലായിരിക്കും നാം അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടാവുക. അതിനാൽ ഒരു ചോദ്യവും വിട്ടുകളയരുത്. പരീക്ഷയെ പേടിക്കേണ്ട ഒരാവശ്യവുമില്ല. എല്ലാവരും നല്ല ഏകാഗ്രതയോടെ പഠിക്കാനും പഠിച്ചത് പേനയുടെ തുമ്പത്ത് വരാനായി എല്ലാ ഗുരുക്കന്മാരുടെയും അനുഗ്രഹമുണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ കണ്ടതിന് നിങ്ങൾക്ക് നന്ദി. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ദിസ് ഈസ് സുധീർ മേനോൻ സൈനിങ് ഓഫ്.